തങ്കം ഞാൻ എന്നെ കളിക്കരുത്. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ് നിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം എന്താ? കളിക്കരുത്. നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? നിന്റെ ഈ പെണ്ണുണ്ടല്ലോ ഇവള് മാ കുഴപ്പക്കാരിയാ. നാണം ഉണ്ടോടെ നിനക്ക്? ഒരു ഐസ്ക്രീം ആക്കി രണ്ടുപേരോട് കുടിച്ചിട്ട് ഈ കൊച്ചിന് ശകലം അങ്ങനെ കൊടുത്താൽ മതിയൊക്കെ. എന്നിട്ട് അതിനെ കൊതിപ്പിക്കാൻ വേണ്ടിയാ ടിന്ന് അത് വന്നപ്പോഴത്തെ അതിന്റെ മുമ്പ് വെച്ച് കൊടുത്തല്ലടാ. ഞാൻ ഐസ്ക്രീം മേടിച്ചിട്ടില്ല. അച്ഛനും അമ്മേനെ മേടിച്ചില്ല. എന്റെ അച്ഛനും അമ്മേനെ മേടിച്ച് നീ കള്ളസത്യം ഒന്നും ഇടാൻ നിൽക്കണ്ട. എനിക്കറിയാം ഈ ക്ലീറ്റോ ചേട്ടന് പിന്നെ മനസ്സിലാവും. നാത്തൂനാണ് ഒട്ടും മനസ്സിലാവാത്ത. കടിച്ചു കയറാൻ വരുവാ. എന്റെ കൈ അങ്ങനെ മാങ്ങ പറിക്കാൻ പോകുന്നത് എന്താ ചെയ്യണേ? എന്തിന് നിക്കണോ അവൻ നിക്കണ്ടോ? അവന്റെ ഭാര്യ ചെടിച്ചട്ടി എടുത്ത് എന്റെ തലക്ക് അടിച്ചിട്ട് അവൻ ഒന്നും പറയാനില്ല. പണ്ട് എന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ഒന്ന് സംസാരിച്ചാ അവനെ വീട്ടിൽ പോയി തള്ളണവനാ. നിനക്കൊന്നും പറയാനില്ലല്ലോ. എന്നോട് കാണിക്കണ ഈ പീട്ടും പോരും എന്റെ കൊച്ചിനോട് കാണിച്ചാ കണ്ടു നിക്കാൻ തങ്കത്തിന് പറ്റൂല. മലയാളത്തിലല്ലേ പറഞ്ഞത്? ഞാൻ മേടിച്ചില്ല. എന്താണത്? എന്താ കാര്യമുണ്ട്. എന്ത് കാര്യം? അമ്മാവാ ഇവൻ ഇന്നലെ രാത്രി ഇവക്ക് രഹസ്യമായിട്ട് ഐസ്ക്രീം മേടിച്ചോണ്ട് വന്ന്. എന്നിട്ട് അത് ഞങ്ങൾക്ക് കൊച്ചിനെ തരാതെ അത് തിന്നത് പോട്ടെ. ഇന്ന് രാവിലെ കൊച്ചു അവിടെ ചെന്നപ്പോഴത്തേന് ഇവിടെ അത് കാണിച്ച് കൊതിപ്പിച്ചേക്കണ്. അപ്പൊ ഞങ്ങളെ ചോദിക്കണ്ടേ? അതെന്താടി നീ കൊച്ചിന് കൊടുക്കേണ്ട ഐസ്ക്രീം തിന്ന്? നമ്മള് മേടിച്ചില്ല. അതെങ്ങനെ നിങ്ങൾ പറയണം? അവരങ്ങനെ ഇത് ചെയ്യോ? ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണം അവനാ. അപ്പൊ ഈ കൊച്ചിന് ഐസ്ക്രീം കൊടുക്കേണ്ട അനാവശ്യം പറയരുത്. കടം മേടിക്കും അവനോട്. അല്ലാതെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അവനൊന്നുമല്ല. പറയും അവളെ സമ്മതിച്ചത് ഐസ്ക്രീം മേടിച്ചത്. എന്താ നിങ്ങൾ ഈ പറയണ? അവര് പറഞ്ഞ് വിശ്വസിക്കേ? അവരങ്ങനെ ചെയ്യാറില്ലല്ലോ ഇതുവരെ. ഈ ഒരു കുന്ത എവിടെയാണ് കണ്ടിട്ടാണ് ഈ പ്രശ്നത്തിനായത്? അമ്മാവ ഇതവിടെ താഴെ കിടന്നതാ. ഞാൻ എടുത്ത് മുകളിൽ വെച്ച്. അപ്പൊ ഈ തക്കളി എന്നോട് വന്ന് ചോദിച്ച് നിങ്ങൾ ഐസ്ക്രീം മേടിച്ച് തിന്നാന്ന്. അവളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഐസ്ക്രീം തിന്നത്. അതിനെ ഈ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നമല്ലേ? എടി പെണ്ണ, ഇത് ഞാൻ ഗുളികെട്ട് വെക്കുന്ന ഡപ്പല്ലേ? ആ ഇപ്പൊ വേറെ പ്ലാസ്റ്റിക്കിന്റെ ഡപ്പ് കിട്ടിയപ്പോ എന്തിനാ ഈ പേപ്പറിന്റെ ഡപ്പാന്ന് കരുതി ഞാൻ അത് കളഞ്ഞു. അതിനെന്താ കുഴപ്പം? കാര്യം അറിയാണ്ട് എടുത്ത് ചാറില്ല നിങ്ങളുടെ പണി. ആദ്യം പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് വിശ്വസിക്കാൻ പഠിക്കും. അവരിന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുണ്ടാ? ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം. പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് വിശ്വസിച്ചാ ജീവിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതുമാതിരി 100 പ്രശ്നങ്ങളുണ്ടാവും. എല്ലാം ഈ എടുത്തുകേട്ടാണ് നിങ്ങളുടെ ഒക്കെ ഈ പ്രശ്നത്തിന് കാരണം. ഐസ്ക്രീമിന്റെ ഒരു 500 രൂപ ഇവിടെ എത്തിച്ചു തന്നോണം. 500 രൂപ? ആ 500 രൂപ. വെറുതെ നീ വീണ്ടും തർക്കത്തിന് പോവാ. ഐസ്ക്രീം മേടിച്ചല്ലേ? നമ്മുടെ കൊച്ചിനല്ലേ ആട് കൊടുത്തേക്ക്. എനിക്കത് നോക്കാൻ പാടില്ലേ? അത് വന്നേ. ഇതല്ല, ഇത് ഞാൻ അവക്ക് കൊടുത്തതാ. ആ പുള്ളക്കല്ല് ഇങ്ങ് നീക്കിത്ത. ആ കുഴവ് ഇങ്ങ് നീക്കി തരാൻ.